നമസ്കാരം. ട്രെയിൻ യാത്രക്കാർക്ക് നല്ലൊരു സന്തോഷ വർത്തമാനം വന്നിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർക്ക് വേണ്ടി ഒരു സൂപ്പർ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് റെയിൽ വൺ. അപ്പോൾ മുൻപാണെന്നുണ്ടെങ്കിൽ പല സേവനങ്ങൾക്കും പല ആപ്പ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ IRCTC, അതേപോലെ ARCTC റെയിൽ കണക്റ്റ് വഴി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേർ ഈസ് മൈ ട്രെയിൻ, അല്ലെങ്കിൽ നാഷണൽ എൻക്വയറി സിസ്റ്റം, അതുപോലെ തന്നെ നമുക്ക് റിസർവ്ഡ് ടിക്കറ്റ്, അതുപോലെ അൺറിസർവ്ഡ് ടിക്കറ്റ് ആണെങ്കിൽ നമ്മൾ UTS വഴി പോകണം, അല്ലെങ്കിൽ കൗണ്ടറിൽ പോയിട്ട് എടുക്കണം. ഇങ്ങനെ അതുപോലെ തന്നെ ഇപ്പോൾ യാത്രക്കാർക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ റെയിൽവേ മദത് വെബ്സൈറ്റ് വഴി വേണം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഈ റെയിൽ വൺ വന്നിരിക്കുന്നത്. ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും, അതായത് ആൻഡ്രോയിഡിലും iOS ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഈ റെയിൽ വൺ ആപ്പ് വഴി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞല്ലോ. തീർന്നില്ല സേവനങ്ങൾ. ഇതിപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം, അതുപോലെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്കറിയാം, ട്രെയിനിൻ്റെ വരവ് പോക്ക്, അതുപോലെ അതിൻ്റെ ട്രാക്ക് ചെയ്യാം, അതുപോലെ PNR സ്റ്റാറ്റസ് അറിയാം, കോച്ച് പൊസിഷൻ അറിയാം, അതുപോലെ ഫുഡ് ബുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ഈ റെയിൽ വൺ ആപ്പ് വഴി സാധിക്കും. ഇപ്പോൾ ഈ റെയിൽ വൺ ആപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെയൊരു പേജാണ് കാണുന്നത്. റിസർവ്ഡ്, അൺറിസർവ്ഡ്, പ്ലാറ്റ്ഫോം, സെർച്ച് ട്രെയിൻസ്, PNR സ്റ്റാറ്റസ്, കോച്ച് പൊസിഷൻ, ട്രാക്ക് യുവർ ട്രെയിൻ, ഓർഡർ ഫുഡ്, ഫയൽ റീഫണ്ട്, റെയിൽ മദത്, ട്രാവൽ ഫീഡ്ബാക്ക്. ഇപ്പോൾ റിസർവ്ഡ് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ റിസർവ്ഡ് ഓപ്ഷനിൽ തൊടുക. അപ്പോൾ അടുത്ത പേജ് വരും. അടുത്ത പേജിൽ നമുക്ക് കാണാമല്ലോ ഫ്രം, അതുപോലെ ടു, അതുപോലെ ഡിപ്പാർച്ചർ ഡേറ്റ്, ക്ലാസ്, ജനറൽ, ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം സെർച്ച് കൊടുക്കുക. അപ്പോൾ കുറേ ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് വരും. സി അവൈലബിലിറ്റി എന്ന് കാണാം. സി അവൈലബിലിറ്റി. അപ്പോൾ സി അവൈലബിലിറ്റി കാണുമ്പോഴത്തേക്കും ചുവപ്പാണെന്നുണ്ടെങ്കിൽ അതിൽ ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ അല്ല. എന്നാൽ പച്ചയാണെന്നുണ്ടെങ്കിൽ സീറ്റ് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം അൺറിസർവ്ഡ് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺറിസർവ്ഡ് ഓപ്ഷൻ തൊടുക. അപ്പം അടുത്ത പേജ് വരും. അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പം ഔട്ട്സൈഡ് സ്റ്റേഷനിൽ കാണുന്നില്ലേ, അതായത് സ്റ്റേഷന് പുറത്ത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം, വീട്ടിൽ നിന്ന് എടുക്കാം. ഇപ്പം സ്റ്റേഷനിലാണെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇപ്പം ഈ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് സ്റ്റേഷൻ, അതുപോലെ ഫ്രം ടു ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് പ്രൊസീഡ് ടു ബുക്ക് കൊടുക്കുമ്പം അതിനകത്ത് ഇതാ കാണുന്നില്ലേ, മെയിൽ, എക്സ്പ്രസ്, ട്രെയിൻ ടൈപ്പ്, അതുപോലെ ടിക്കറ്റ് ടൈപ്പ്, അതുപോലെ അഡൾട്ട്, ചൈൽഡ്, അഡൾട്ട് എത്രയാ, ചൈൽഡ് എത്രയാ, ഇതും കൂടെ ഫില്ല് ചെയ്തതിന് ശേഷം ബുക്ക് നൗ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് ഓപ്ഷൻ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് നൗ ടിക്കറ്റ് നമുക്ക് കിട്ടി. ഇപ്പം നമുക്ക് ഒരു ട്രെയിൻ ട്രാക്ക് ചെയ്യണമെങ്കിൽ ട്രാക്ക് യുവർ ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ തൊടണം. അപ്പോൾ അവിടെ കണ്ടോ, മുകളിൽ ട്രെയിനിൻ്റെ നമ്പർ അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ജേർണി സ്റ്റേഷൻ കൊടുക്കണം, ജേർണി ഡേറ്റ് കൊടുത്തിട്ട് ഷോ സ്റ്റാറ്റസ്. അപ്പോൾ ഷോ സ്റ്റാറ്റസ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ട്രെയിനിൻ്റെ പേര് വരും, നമ്പർ വരും. അപ്പോൾ കറണ്ട് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ തൊടണം. അപ്പോൾ ആ ട്രെയിൻ എവിടെയാണ്, കറക്റ്റ് എവിടെയാണെന്നുള്ളത് നമുക്ക് കിട്ടും. ആ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പം നമുക്ക് കോച്ച് പൊസിഷൻ അറിയാൻ ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ ആ കോച്ച് പൊസിഷൻ ഓപ്ഷനിൽ തൊടുമ്പോഴേക്കും അടുത്ത പേജിൽ പോകും. അതിനകത്ത് ട്രെയിൻ എന്ന് കാണുന്നില്ല, അവിടെ പേര്, ട്രെയിനിൻ്റെ പേര് അല്ലെങ്കിൽ നമ്പർ അടിച്ചു കൊടുക്കണം. അതുപോലെ ജേർണി സ്റ്റേഷൻ, ജേർണി ഡേറ്റ്, ഇതും കൂടി അടിച്ചിട്ട് ഷോ കോച്ച് പൊസിഷൻ എന്ന് കാണിച്ചാൽ തൊട്ടാൽ കറക്റ്റായിട്ട് കോച്ച് പൊസിഷൻ കാണിച്ചു തരും. ഇപ്പം ഞാൻ എല്ലാം പറയുന്നില്ല, കുറച്ച് പേർക്കെങ്കിലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അറിയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇതിനകത്ത് നമുക്ക് കാണാമല്ലോ, ഇപ്പോൾ PNR സ്റ്റാറ്റസ്, അതേപോലെ തന്നെ ഓർഡർ ഫുഡ്, ഫയൽ റീഫണ്ട്, റെയിൽ മദത്, ട്രാവൽ ഫീഡ്ബാക്ക് ഒക്കെയുണ്ട്. ആ ഓപ്ഷനിലൊക്കെ തൊട്ട് ആ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇതെല്ലാം, ആ സേവനങ്ങളെല്ലാം കിട്ടും. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ റീഫണ്ട് കിട്ടുമല്ലോ. അപ്പോൾ ഈ റീഫണ്ട് ഫയലിംഗ് നമുക്ക് ഈ റെയിൽ വൺ ആപ്പിലൂടെ പറ്റും. ഇപ്പോൾ IRCTC അക്കൗണ്ട് ഉള്ളവർക്ക് യൂസർ നെയിം പാസ്വേഡും വെച്ച് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം, ലോഗിൻ ചെയ്യാം. എന്നാൽ ഇത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് കയറാം. അതുപോലെ ഒരു 6 അക്ക MPIN സെറ്റ് ചെയ്യാം.
അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു സവിശേഷതയായിട്ട് തോന്നുന്നത് ഈ 6 അക്ക എംപിൻ വഴി നമുക്ക് പല സേവനങ്ങൾ ഈ ഒറ്റ ആപ്പിൽ കിട്ടുമെന്നുള്ളതാണ്. അതാണ് റെയിൽവേ വൺ. ഭാവിയിൽ റെയിൽവേ ഇത് സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നേക്കാം. നിങ്ങൾക്കുള്ള കൂടുതൽ അറിവുകൾ അതുപോലെ സജഷൻസ് ഒക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.